കേരള ബഡ്ജറ്റിൽ നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി 50 കോടി രൂപ വകയിരുത്തി. അന്തിക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ രണ്ടാം ഘട്ട നിർമ്മാണം 5 കോടി, തളിക്കുളം ബ്ലോക്ക് വ്യവസായ സമുച്ചയം കെട്ടിടം രണ്ടാം ഘട്ട നിർമ്മാണം 5 കോടി, കോതകുളം ബീച്ച് റോഡ് 2 കോടി, ആലപ്പാട് പുള്ളു റോഡ് 2 കോടി 50 ലക്ഷം, കണ്ടശാങ്കടവ് തൃപ്പയാർ റോഡ് 2 കോടി 50 ലക്ഷം, ഊരകം പോലീസ് സ്റ്റേഷൻ റോഡ് 1 കോടി 50 ലക്ഷം, താന്യം ഗ്രാമപഞ്ചായത്തിലെ കുട്ടംകുളം സംരക്ഷണ ഭിത്തി നിർമ്മാണം 1 കോടി 25 ലക്ഷം, പെരിങ്ങോട്ടുകര LP സ്കൂൾ പുതിയ കെട്ടിട നിർമ്മാണം 2 കോടി, പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി ആസ്ഥാന മന്ദിരം കെട്ടിട നിർമ്മാണം 50 ലക്ഷം എന്നീ പ്രവർത്തികൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ 20% ടോക്കൺ പ്രൊവിഷനിലും, വലപ്പാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പുതിയ കെട്ടിട നിർമ്മാണം 5 കോടി, കിഴിപ്പള്ളിക്കര നളന്ത GHSS ഗ്രൗണ്ട് നവീകരണം 5 കോടി, ജയന്തി ബണ്ട് ആലപ്പാട് ഫെറി റോഡ് 3 കോടി, നാട്ടിക ഫയർ സ്റ്റേഷൻ റെസ്റ്റ് റൂം നിർമ്മാണം 1 കോടി 50 ലക്ഷം, നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നിർമ്മാണം 1 കോടി, പാലപ്പെട്ടി ബീച്ച് റോഡ് 1 കോടി 80 ലക്ഷം, നെല്ല് സംഭരണ കേന്ദ്രം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധി 5 കോടി, GLPS പുത്തൻപീടിക രണ്ടാം ഘട്ട കെട്ടിട നിർമ്മാണം 1 കോടി, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പൊതു കളിയിടം ടർഫ് നിർമ്മാണം 25 ലക്ഷം, 9 ഗ്രാമപഞ്ചായത്തുകളിൽ അംഗനവാടികളുടെ നിർമ്മാണം 1 കോടി, ആനക്കല്ല് ചങ്ങല ഗേറ്റ് ബോട്ട് ജെട്ടി റോഡ് 4 കോടി എന്നിവയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത്.